വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി സതീശനെ തോൽപ്പിക്കാൻ സുനിൽകുമാറിനെ തന്നെ പരവൂരിൽ കളത്തിലിറക്കുമെന്നാണ് ഇടതുപക്ഷ ക്യാമ്പ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ അങ്ങനെ ഈസി വാക്ക് ഓവറിൽ പിണറായി വിജയൻ ജയിക്കേണ്ട, അവിടെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് കോൺഗ്രസും പറയുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ചേരുന്നത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളിയാണ്. വസന്ത് ജി, നമസ്തേ. നമസ്തേ. ആരായിരിക്കും ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി? ആ സ്റ്റാർ ക്യാമ്പയിനർ ആരാണ്? നോക്കൂ, ഞങ്ങൾ ഈ തവണ എല്ലാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലും, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ട്രബിൾ ഷൂട്ടേഴ്സ് ഉണ്ടാവും. 140 എടുത്ത് ഞങ്ങൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ഒരിടത്ത് പോലും അയ്യോ ഇത് 3-ാം സ്ഥാനത്തല്ലേ 4-ാം സ്ഥാനത്തല്ലേ കാറ്റഗറി തിരിച്ച് ഉള്ള മത്സരത്തിലേക്ക് ഈ തവണ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ 140 സീറ്റിലും മത്സരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ധർമ്മടം ഞങ്ങൾക്ക് ജയിക്കണം. ധർമ്മടം എന്താ ജയിക്കാൻ പറ്റാത്ത ബാലികേറാമലയൊന്നും അല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞങ്ങളുടെ വളരെ ശക്തനായ ട്രബിൾ ഷൂട്ടറായ യുവാക്കൾക്കും ജൻസി കുട്ടികൾക്കും എല്ലാം ഏറ്റെടുക്കാൻ സാധിക്കുന്ന, എന്നാൽ വന്ധ്യവയോധികരായിട്ടുള്ള എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നേതാവ് അവിടെ വരും. അപ്പൊ ആ നേതാവ് ആരാണ് എന്നത് പാർട്ടി തീരുമാനിക്കും. പക്ഷെ വെറുതെ അങ്ങ് തോറ്റുപോകും ധർമ്മടത്ത് എന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ധർമ്മടത്ത് ടൈറ്റ് ഫൈറ്റ്, നെക്ക് ടു നെക്ക് കോൺഗ്രസ് കാഴ്ചവെക്കും. അവിടെ ഞങ്ങൾ ജയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അറിയാമോ, ഈ സർക്കാരിനെതിരായ വികാരം പ്രതിഫലിക്കേണ്ടത്. അങ്ങനെ ആ സർക്കാരിന്റെ നാഥൻ ആരാണ്? അത് പിണറായി വിജയനാണ്. അപ്പൊ ആ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആ ഫൈറ്റ് ഉണ്ടായില്ലെങ്കിൽ, ആ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലം ബാലികറ മലയാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിലയിരുത്തി ആ പേരിൽ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അവിടെ പിണറായി വിജയനെ തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി 139 എടുത്ത് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് വിലയില്ലാതാവും. അതുകൊണ്ട് ഒന്നാമത് തോൽക്കേണ്ടത് ആ സർക്കാരിനെ, ഇപ്പൊ പിണറായി വിജയൻ എന്ന വ്യക്തിയോടല്ല നമുക്ക് പ്രശ്നം, ആ സർക്കാരിനെ നയിക്കുന്ന ലീഡർ. ആ ലീഡറിന്റെ സീറ്റിലാണ് ആദ്യമായി ജയിക്കേണ്ടത്, ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായും അവിടെ മത്സരം ഉണ്ടാവും. ഇനി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ CPM പറയുന്നത് ഒന്ന് KPCC പ്രസിഡന്റിന്റെ സീറ്റിൽ KK ശൈലജ വരുന്നു എന്നാണ്. KK ശൈലജ പണ്ടേ KPCC പ്രസിഡന്റിനോട് തോറ്റാണ് 2004-ൽ. അങ്ങേക്ക് അറിയാമല്ലോ. ഇത് ഞങ്ങൾ ശൈലജയെ കൊണ്ടുവരുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കോൺഗ്രസ് ക്യാമ്പിനെ നേരെ നോക്കി പേടിപ്പിക്കുമ്പോൾ ചരിത്രം അറിയാത്തവരാണ് ഇവരുടെ PR ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. നോക്കൂ, KK ശൈലജ സണ്ണി ജോസഫിനോട് തോറ്റ ആളാണ്. വടകര പോയി അവിടെ പോയി ഷാഫി പറമ്പിലിനോടും തോറ്റു. അതായത് നിയമസഭ അതെ 1,15,506 വോട്ടിനാണ് അവർ തോറ്റു പോകുന്നത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ. സണ്ണി ജോസഫിനോട് തോൽക്കുന്നതും ഏതാണ്ട് വലിയ മാർജിനിൽ തന്നെയാണ്. അപ്പോ KK ശൈലജ തോൽക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് തോന്നുന്നു വസന്ത് തെങ്ങുപള്ളി, എനിക്ക് തോന്നുന്നത് CPM-ന് KK ശൈലജ ജയിക്കരുത് എന്നൊരു ആഗ്രഹം ഉള്ളതുപോലെയാണ് പല ഘട്ടത്തിലും നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ വടകരയിൽ KK ശൈലജയെ മത്സരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു P ജയരാജന്റെ അവസ്ഥയിലേക്ക് KK ശൈലജ പോകും എന്ന് പല വൃത്തങ്ങളും പറഞ്ഞതാണ്. അത് ഏകദേശം അതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. അപ്പോൾ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ KK ശൈലജ നിയമസഭ കാണണ്ട എന്നൊരു തീരുമാനം CPM-ന് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. അത് അവരുടെ ഇടയിലെ ഇന്നർ ഫൈറ്റിന്റെ കാര്യമാണ്. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. KK ശൈലജ മുഖ്യമന്ത്രിയാകും എന്ന കണക്കിനായിരുന്നല്ലോ ആദ്യ പ്രചരണം. രണ്ടാം പിണറായി ഗവൺമെന്റിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് CPM അണികൾ പോലും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് KK ശൈലജയെ മന്ത്രിസ്ഥാനത്ത് പോലും നിലനിർത്താൻ തയ്യാറാവാത്തത്. വസന്ത്, സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ ഈ പറയപ്പെടുന്ന രീതിയിൽ പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നത് രണ്ട് പേരുകളാണ്. ഒന്ന് ഷാഫി പറമ്പിലും ഒന്ന് K സുധാകരനും. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതിൽ? തീർച്ചയായും ശ്രീ രോഹിത്, അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ധർമ്മടത്തേക്ക് ആരാണ് വരുന്നത് എന്നിവർ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണം അത്രമാത്രം മികച്ചതാണെങ്കിൽ, യശസ് ഉയർത്തിയതാണെങ്കിൽ, അഖില ലോകങ്ങളിലും പെരുമ കേട്ടൊരു ഭരണമാണെങ്കിൽ 140-ൽ ഏത് സീറ്റിലും പിണറായി വിജയന് മത്സരിക്കാമല്ലോ. ഇപ്പം ഞങ്ങൾ KPCC പ്രസിഡന്റിന്റെ സീറ്റിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം സീറ്റിലേക്ക് സഹാവ് പിണറായി വിജയനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ എല്ലാം വന്ന് മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സർക്കാരിനെതിരായ ആന്റി ഇൻകൺവെൻസി വോട്ട് വളരെ കൃത്യമായി പ്രതിഫലിക്കുക പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ മുഖം കാണുമ്പോഴാണ്. അപ്പോഴാണ് ജനം ഓർക്കുന്നത് പെൻഷൻ കിട്ടാതെ കടന്ന കാലം. അപ്പോഴാണ് ജനം ഓർക്കുന്നത് തടവുകാർക്ക് 600 രൂപ 650 രൂപ കൊടുക്കുമ്പോൾ 200 രൂപ അല്ലെങ്കിൽ 300 രൂപ ദിവസവേതനത്തിന് വേണ്ടി ആശമാർ സമരം നടത്തിയ അവസ്ഥ. എന്തായാലും CPM KK ശൈലജയെ ഈ പറയപ്പെടുന്ന തരത്തിൽ നിയമസഭ കാണിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു സണ്ണി ജോസഫിനെതിരെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ പിണറായി സർക്കാരിലെ രണ്ടാമനായ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ തന്നെ മത്സരിച്ചാൽ എന്തായാലും നിയമസഭയിലേക്ക് എത്തില്ല എന്ന കാര്യം ഏകദേശം വ്യക്തമാവുകയാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവോടുകൂടി. നമുക്ക് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ചർച്ചയ്ക്കിരിക്കണം.
ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, കഴിഞ്ഞ സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ അവരെല്ലാവരും തോറ്റുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ KN ബാലഗോപാലിനെതിരെ ഐഷ പോറ്റി വരികയാണ്. ഐഷ പോറ്റി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അതിനൊപ്പം KN ബാലഗോപാൽ എന്ന മന്ത്രിക്കെതിരായ ആന്റി ഇൻകംബൻസി വോട്ടുകൾ, UDFന്റെ പരമ്പരാഗതമായ ഉറപ്പുള്ള വോട്ടുകൾ, ഉറച്ച കോട്ട പോലെ സംരക്ഷിക്കാൻ പറ്റുന്ന വോട്ടുകൾ, അതിനപ്പുറത്ത് ജനകീയ കേരളത്തിന്റെ പ്രതിഷേധ വോട്ടുകൾ, ഇതെല്ലാം ചേരുമ്പോൾ KN ബാലഗോപാൽ അവിടെ തോക്കും. ഇപ്പോൾ മുൻ മന്ത്രി KK ശൈലജയെ കൊണ്ടുവരുന്നു. അവർ എന്താണെങ്കിലും തോറ്റുപോകും എന്നതിൽ സംശയം വേണ്ട. PP കിറ്റ് അടക്കമുള്ള വലിയ അഴിമതി അവർക്കെതിരെ നിൽക്കുകയാണ്. ആയതുമായി ബന്ധപ്പെട്ട് സിയാൻ രജിയുടെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പൊതുഖജനാവിന് 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് കേസ്. ആയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അവരും തോക്കും. പിന്നീട് മുഹമ്മദ് റിയാസ് മരുമകനാണ് ഭരണം നിയന്ത്രിക്കുന്നതെന്ന് CPM നേതാക്കൾ പോലും പറയുന്നു. അപ്പോൾ റിയാസിനെതിരായി അവിടെ ഒരുപക്ഷെ CPM പോലും വോട്ട് ചെയ്താൽ നമുക്ക് സംശയിക്കാനില്ല. അങ്ങനെ ഈ സർക്കാരിലെ 1 ഡസൻ മന്ത്രിമാർ തോറ്റുപോകും. അങ്ങനെ 20 മന്ത്രിമാരും തോറ്റു കഴിയുമ്പോൾ തന്നെ 20 സീറ്റ് ഓൾറെഡി ഞങ്ങളുടെ കയ്യിലായി. മറ്റൊരു ചോദ്യമുള്ളത്, ഈ ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇറക്കുമെന്ന് പറയുന്നു. ഈ 10 വർഷത്തെ ഭരണകാലം അത്ര മികച്ചതായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ധർമ്മടം മാറി മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി മത്സരിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കാണിക്കേണ്ടതില്ലേ? ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു പ്രതികരണം നടത്താത്തത്, അല്ലെങ്കിൽ ഒരു ഒരു വെല്ലുവിളി CPM നേരെ ഉയർത്താത്തത്? നോക്കൂ, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ വന്നാലും ശ്രീ K സുധാകരൻ വന്നാലും അവിടെ ജയിക്കുമെന്നതിൽ സംശയം വേണ്ട. അപ്പോൾ അത് പാർട്ടിയാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത്. അത് ആര് സ്ഥാനാർത്ഥി ആയാലും അവിടെ ജയിക്കുക, ധർമ്മടത്ത് അടക്കം ജയിക്കുക എന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ സീറ്റുകളിലേക്ക് ഇവർ കൊണ്ടുവരാൻ പോകുന്നത് ഓൾറെഡി അവിടെ പരാജയപ്പെട്ട നേതാക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. KPCC പ്രസിഡന്റിന്റെ സീറ്റിലേക്ക് KK ശൈലജ വരുമ്പോൾ ഓൾറെഡി ആ സീറ്റിൽ KK ശൈലജ KPCC പ്രസിഡന്റിനോട് തോറ്റ ആളാണ്. ഇനി പറവൂരിൽ VD സതീശനെതിരായി ആരെയോ കൊണ്ടുവരുന്നു, അവൻ വരുന്നു എന്നാണ് അവർ പറയുന്നത്. ആരാണ് ഈ അവൻ അവർക്ക് പോലും അറിയില്ല. അപ്പോൾ ബലിയാടാവാൻ ഏതെങ്കിലും നേതാക്കൾ തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ധർമ്മടത്തേക്ക് ഞങ്ങൾ ഷാഫി പറമ്പിലിനെ അല്ലെങ്കിൽ K സുധാകരനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ ഞങ്ങൾ അവിടെ അസൈൻ ചെയ്യുന്നത്, പാർട്ടി അവിടെ അസൈൻ ചെയ്യാൻ പോകുന്നത് അവിടെ ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ വളരെ ടൈറ്റ് ഫൈറ്റായി വളരെ കോൺഫിഡൻറ്റോടുകൂടി ആ മത്സരത്തെ കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്, ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു കാൻഡിഡേറ്റ് അവിടേക്ക് എത്തും. അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന ആളായിരിക്കും, ജനകീയനായിരിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ആ സീറ്റും ഈ തവണ ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ 140 സീറ്റിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ധർമ്മടവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാണ്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി പ്രതികരിച്ചതിന് നന്ദി.